ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അടുത്ത മാസം ജൂലൈയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോൺസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒക്കെ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അമ്മാതിരി ഫോൺസാണ് അടുത്ത മാസം വരുന്നത്. അപ്പം എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണ് എന്തായാലും ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. അപ്പം ഫസ്റ്റ് ജൂലൈ 1 തീയതി വരുന്നൊരു മോഡൽ എന്ന് പറഞ്ഞാൽ നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 3 ആണ്. ഇത് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ അനൗൺസ്മെൻറ്റും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാണ്. ഡിസൈനൊക്കെ എപ്പോഴും വരുന്ന പോലെ ഒരു വെറൈറ്റി ഡിസൈൻ ഈ കാണുന്ന രീതിയിലാണെന്നും ചില റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. എക്സാക്റ്റ് ഈ ലെവൽ തന്നെ ആയിരിക്കും. എന്തായാലും ഇതിനേക്കാളും വലിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ആ ഒരു ബാക്കിലത്തെ അവരുടെ ആ ഒരു ഗ്ലിഫ് ലൈറ്റ് ഇപ്രാവശ്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. അത് ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞ കാര്യമാണ്. അപ്പം ഇനി നത്തിങ് ഫോണിൽ ലൈറ്റ് കത്തത്തില്ല, അല്ലെങ്കിൽ നത്തിങ് ഫോൺ 3യിൽ ലൈറ്റ് കത്തുന്നില്ല. ഇതൊരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 4 ആണ്. ട്രൂ ഫ്ലാഗ്ഷിപ്പാണ്, പക്ഷേ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ്. ഒരു 35K 30K റേഞ്ചിൽ യൂസ് ചെയ്യുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 5200 mAh ആണ് ബാറ്ററി. ഇപ്പോഴത്തെ ബാക്കിയുള്ള ഫോൺ പോലെ 7000 7500 ആ ലെവൽ ബാറ്ററി ഒന്നും വരുന്നില്ല. 50 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് വരുന്നുണ്ട്. 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ആണെങ്കിൽ 50 MB ട്രിപ്പിൾ ക്യാമറ ആണ്. അതിൽ തന്നെ അൾട്രാ വൈഡും ടെലിഫോട്ടും എല്ലാം 50 MB തന്നെയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സെൽഫി ക്യാമറയും എന്തായാലും 50 MB തന്നെയായിരിക്കും ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്ഡേറ്റ് ആണെങ്കിൽ 5+7 ഇയേഴ്സ് വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇതിൽ കിട്ടും. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ UI ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രൂ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രൈസ് റേഞ്ച് എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ എത്രയാണ് പ്രൈസ് എന്നുള്ളത്. പക്ഷെ അവർ പറയുന്ന അനുസരിച്ച് ഒരു 80,000 രൂപ റേഞ്ചാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്പെക്കും വെച്ചുകൊണ്ട് 80,000 രൂപക്കുള്ളൊരു ഫോണേ അല്ല ഇത്. ഒരു എത്ര ആയിരിക്കും വരുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് ഇതിന് ശേഷം വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ OnePlusൻ്റെ 2 ഫോൺസ് വരുന്നുണ്ട്. OnePlusൻ്റെ Nord 5ഉം Nord CE 5 ആണ്. ഇതും ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ട് ജൂലൈ 8 തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഇതിൽ Nord 5 ആണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 ആണ് ഇതിൽ വരുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള പ്രോസറാണ് കൊടുത്തുള്ളത്. വലിയ പെർഫോമൻസോ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണൊന്നും തന്നെ അല്ല. അതുകൊണ്ട് തന്നെ ഇതായാലും ഓക്കെ ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫുൾ HD ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 6700 mAh ആണ് ബാറ്ററി ആയിട്ട് വരുന്നത്. 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് എന്തായാലും ഉണ്ടാകും. പിന്നീട് ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ, 50 MB തന്നെയാണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. അറൗണ്ട് ഒരു 35K റേഞ്ചിലാണ് നോർമൽ ഈ ഒരു Nord 4 ആണെങ്കിലും ഇനിയിപ്പോൾ Nord 5 ആണെങ്കിലും ഇറങ്ങാറുള്ളത്. അപ്പം 35K റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ദെൻ അടുത്തത് ഇതിൻ്റെ ഒരു ലൈറ്റർ ആയിട്ടുള്ള മോഡലാണ് Nord CE 5. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് MediaTekൻ്റെ Dimensity 8350 എന്ന പ്രോസറാണ്. ഫുൾ HD ആയിട്ടുള്ള 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ഉണ്ടാകും. 5200 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ടാകും. 50 MB പ്രൈമറി ക്യാമറ ഉണ്ടാകും. 16 MB സെൽഫി ക്യാമറ ഉണ്ടാകും. ഒരു 25K റേഞ്ചിലാണ് ഈ ഒരു Nord CE എന്നൊരു മോഡൽ Nord CE 5 വരാറുള്ളത്. അപ്പം 25,000. മറ്റേ Nord 5 ആണെങ്കിൽ 35,000 രൂപ റേഞ്ചായിരിക്കും ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഫോണാണ്. ഗെയിമിങ്ങോ അല്ലെങ്കിൽ ക്യാമറ അങ്ങനെ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പിന്നെ OnePlus ആയതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഡിസ്പ്ലേക്ക് ലൈഫ് ടൈം വാറൻറ്റി വരുന്നുണ്ട്. ഗ്രീൻ ആയാലും അങ്ങനത്തെ കാര്യങ്ങൾ വന്നാലും പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ 2 ഫോണും കൂടെ OnePlus അടുത്ത മാസം കൊണ്ടുവരുന്നുണ്ട്. ഇതിന് ശേഷം വിവോയുടെ X200 FE എന്ന ഒരു കോമ്പാക്ട് സൈസ് ഫോണാണ് ഇതിന് ശേഷം വരുന്നത്. ഇത് ചൈനയിലാണെങ്കിൽ വിവോയുടെ V30s Pro Mini എന്ന പേരിലാണ് ചൈനയിൽ ഇറങ്ങിയത്. ഇന്ത്യയിലേക്ക് വിവോ X200 FE എന്ന പേരിലാണ് വരുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ സൈസാണ് 6.31 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. കോമ്പാക്ട് സൈസ് ഫോണാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ MediaTekൻ്റെ Dimensity 9300+ എന്ന പ്രോസറാണ് വരുന്നത്. 6500 mAh ബാറ്ററിയും 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാകും. കോമ്പാക്ട് ചെറിയൊരു ഫോൺ എന്നാൽ പോലും അതിൽ വലിയൊരു ബാറ്ററി വിവോ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ആണെങ്കിൽ 50 MB ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. 50 MB സെൽഫി ക്യാമറ അടക്കം വരുന്നുണ്ട്. അറൗണ്ട് ഒരു 50K റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. വിവോയുടെ X200 സീരീസ് അറിയാലോ, ക്യാമറയിൽ തന്നെ ബെസ്റ്റാണ്. അപ്പോൾ ഇതും ക്യാമറ മാത്രമായിരിക്കത്തില്ല, ബാക്കിയുള്ള എല്ലാം കൊണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ OnePlus 13s ഇപ്പോൾ ഇറങ്ങിയ അപ്പോൾ അതുമായിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാകും.
ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വരുന്നൊരു മോഡലാണ് സാംസങ്ങിൻ്റെ 3 ഫോൺസാണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഗാലക്സി C Fold 7 എന്ന മോഡലാണ്. ഇതിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 ആണ് ചിപ്സെറ്റായിട്ട് വരുന്നത്. ഡിസ്പ്ലേ ആണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഔട്ടർ ഡിസ്പ്ലേ ഉണ്ടാകും. 8.2 ഇഞ്ചിൻ്റെ ഇന്നർ ഡിസ്പ്ലേ ആണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. 4400 mAh ബാറ്ററി ഉണ്ടാകും. 200 MB ഒക്കെയാണ് പ്രൈമറി ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നത്. അറൗണ്ട് ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ 1.5 ലാഖിൻ്റെ എബോ ആയിരിക്കും എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നൊരു മോഡൽ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഗാലക്സി C Flip 7 എന്ന മോഡലാണ്. ഇതിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ അല്ല, നോർമലി ഇതുവരെ ഇറങ്ങിയ എല്ലാ മോഡലും സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും വെച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇപ്രാവശ്യം എക്സിനോസിൻ്റെ 2500 എന്ന പ്രോസസ്സറും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ 4 ഇഞ്ച് വരുന്ന ഔട്ടർ ഡിസ്പ്ലേ ഉണ്ടാകും. 6.85 ഇഞ്ചിൻ്റെ ഇന്നർ ഡിസ്പ്ലേ ഉണ്ടാകും. 4300 mAh ആണ് ബാറ്ററി ആയിട്ട് വരുന്നത്. 50 MB പ്രൈമറി ക്യാമറ ഒക്കെ തന്നെ ഉണ്ടാകും. സോ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു FE എന്ന മോഡലും വേറെ വരുന്നുണ്ട്. അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി C Flip FE എന്ന മോഡലാണ് വേറെ ഒന്നായിട്ട് വരുന്നത്. ഇത് ഈ ഒരു ഇവൻറ്റിൽ ഉണ്ടാകുമോ എന്നുള്ള ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷേ എന്തായാലും ഇങ്ങനൊരു ഫോൺ അവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയുകയാണെങ്കിൽ എക്സിനോസിൻ്റെ 2400 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 3.4 ഇഞ്ചിൻ്റെ ഔട്ടർ ഡിസ്പ്ലേ ഉണ്ടാകും. 6.7 ഇഞ്ചിൻ്റെ ഇന്നർ ഡിസ്പ്ലേ ഉണ്ടാകും. 4000 mAh ബാറ്ററിയും 50 MB ക്യാമറ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു 50K ആ റേഞ്ചിൽ വന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയാൽ എന്തായാലും അതിനെക്കാട്ട് പ്രൈസ് എന്തായാലും കൂടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 ഫോൺസ് ഈ അടുത്തതായിട്ടുള്ള അൺപാക്ക്ഡ് ഇവൻറ്റിൽ ജൂലൈയിൽ വരുന്ന ഒരു സെക്കൻഡ് വീക്ക് 3rd വീക്ക് ഒക്കെ ആയിരിക്കും എന്തായാലും ആ ഒരു ഇവൻറ്റ് വരുന്നത്. അതിൽ ഈ പറയുന്ന 3 ഫോൺസും ലോഞ്ച് ചെയ്യും കേട്ടോ. ചിലപ്പം അതിൽ FE എന്ന മോഡൽ ചിലപ്പം അതിന് ശേഷമായിരിക്കും വരാൻ. ഈ 2 ഫോൺ എന്തായാലും വരും. FE എന്ന മോഡൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ. പിന്നെ ഓപ്പോയുടെ റെനോ 14 സീരീസ് ആണ് ഇനി അടുത്തായിട്ട് വരാനുള്ളത്. ഒഫീഷ്യലായിട്ട് എൻ്റെ ഫ്ലിപ്കാർട്ടിലെ പേജൊക്കെ തന്നെ വന്നിട്ട് കമ്മിങ് സൂൺ മാത്രമാണ്. ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും ഫസ്റ്റ് വീക്ക് എന്തായാലും ഉണ്ടാവും. ചില റൂമേഴ്സൊക്കെ പറയുന്നത് ജൂലൈ 3-ാം തീയതി ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ സ്പെക്ക് ഇപ്പം 2 ഫോണാണ് വരുന്നത് ഈ ഒരു സീരീസിൽ. റെനോ 14ഉം റെനോ 14 Pro ആയിട്ടാണ് വരുന്നത്. അതിൽ റെനോ 14 ആണെങ്കിൽ മിഡാടെക്കിൻ്റെ ഡിമെൻസിറ്റി 8350 എന്ന ചിപ്സെറ്റും വെച്ചുകൊണ്ടാണ് ആ ഒരു ഫോൺ വരുന്നത്. ഫുൾ HD ആയിട്ടുള്ള 120 Hz അമോൾഡ് ഡിസ്പ്ലേ ഉണ്ടാകും. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. 50 MB ട്രിപ്പിൾ ക്യാമറ ഉണ്ടാകും. 50 MB തന്നെയാണ് സെൽഫി ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത്. ഒരു അറൗണ്ട് പറയുകയാണെങ്കിൽ ഒരു 35K ആ റേഞ്ചിലായിരിക്കും എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ 14 Pro. ഇതിൻ്റെ സ്പെക്ക് ആണെങ്കിൽ മിഡാടെക്കിൻ്റെ ഡിമെൻസിറ്റി 8450 എന്ന പ്രോസസ്സർ ഉണ്ടാകും. ഫുൾ HD ആയിട്ടുള്ള 120 Hz അമോൾഡ് ഡിസ്പ്ലേ, 50 MB ട്രിപ്പിൾ ക്യാമറ, 50 MB സെൽഫി ക്യാമറ ഉണ്ടാകും. 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. 50 വാട്ടിൻ്റെ ഒരു വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുമുണ്ട്. അറൗണ്ട് ഒരു പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 50K റേഞ്ചിൽ വരുന്നൊരു മോഡലാണ്. ഒരു ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. വലിയ രീതിയിലുള്ള സംഭവമൊന്നുമില്ല. ആ കൊടുക്കുന്ന പ്രൈസിന് ഒട്ടും വേർത്തല്ലാത്ത മോഡലാണ്. അപ്പം ഈ 2 ഫോണും കൂടെ ഓപ്പോ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പം ഇത്രയും ഫോൺസാണ് ഇപ്പം ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ എന്തായാലും വരാൻ വേണ്ടി പോകുന്ന ഫോൺസ് കിട്ടും. ഇത് കൂടാതെ തന്നെ ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ വേറെ ഒരുപാട് ഫോൺസ് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. ഇപ്പം എടുത്ത് പറയുകയാണെങ്കിൽ മോട്ടോയുടെ G86 എന്നൊരു ഫോൺ ഒരു 20K റേഞ്ചിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അത് കൂടാതെ റിയൽമിയും വേറെ ഒരുപാട് ഫോൺസ് ജാത്തം ഫോൺസുമായിട്ട് അടുത്ത മാസം എന്തായാലും ഷുവറായിട്ടും വരും. സാംസങ്ങിൻ്റെയും ചില ബഡ്ജറ്റ് ഫോൺസും വരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രം അനൗൺസ് ചെയ്യാറുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മളെല്ലാ ഫോണിൻ്റെ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എല്ലാ ആ സമയം ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോർ സൈനിങ് ഓഫ്. ബൈ.